അറിഞ്ഞില്ലേ നിങ്ങൾ? നടൻ അജ്മൽ അമീറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പരാതി ഉന്നയിച്ച് നിരവധി പെൺകുട്ടികൾ രംഗത്ത്. ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും സമാനമായ അനുഭവങ്ങൾ ഉണ്ടെന്നും പെൺകുട്ടികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. ഇത്രയും കാലം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഇനി അവന് മാപ്പില്ല. അജ്മൽ കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലാണ് പല പെൺകുട്ടികളും ഈ അനുഭവങ്ങൾ തുറന്നു പറയുന്നത്. ചന്തവാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി, പക്ഷെ അവർ ഈ പരാതി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ. സിനിമാ പ്രൊമോഷനിടെ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്നും അജ്മലിനെതിരെ ആരോപണമുണ്ട്. ഇങ്ങനെയാണോ പെൺകുട്ടികളോട് പെരുമാറുന്നത്? ഇത് പൂര കുഴപ്പാവും. ഇത് ഇട നിൽക്കൂല. 3 കാര്യങ്ങളാണ് അജ്മൽ ആ ഒരു വിശദീകരണ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഏകദേശം 2 മിനിറ്റോളം നീളം നിൽക്കുന്ന വിശദീകരണ വീഡിയോയിൽ തുടക്കം തന്നെ അജ്മൽ പറയുന്നത്, അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഇതൊരു AI ജനറേറ്റഡ് ക്ലിപ്പാണ്, ഇത് ബ്രില്യന്റ് എഡിറ്റിംഗ് ആണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. തോന്നിവാസം കാണിച്ച് തർക്കുത്തരം പറയും. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കണ്ടന്റും കൂടിയാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് അജ്മൽ പറഞ്ഞിരുന്നത്. അത് അന്നെന്തെങ്കിലും ഗുരുമാല ഒപ്പിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നറിഞ്ഞൂടാന്ന് ഭാവിക്കാന്ന് ആർക്കറിയാം. എന്തായാലും എവിടെയാണല്ലേ നമുക്ക് പാളിയത്? ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അജ്മൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ കമന്റ് സെക്ഷൻ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ നിരവധി പെൺകുട്ടികളാണ് അജ്മലിനെതിരെ തുറന്നു പറയുകയും ചെയ്തിരുന്നത്. എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ. ഇതെങ്ങനെയാണ് AI ആവുന്നത്? ഈ AI ആണെങ്കിൽ എന്റെ ചാറ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? എനിക്ക് എങ്ങനെയാണ് വീഡിയോ കോൾ വന്നത്? എന്നെ എങ്ങനെയാണ്? അങ്ങനെ തുടങ്ങി നിരവധി തുറന്നു പറച്ചിലുകൾ. സത്യം പറഞ്ഞാൽ കോൾ ഔട്ട് ആണ് നടക്കുന്നത്. അപ്പൊ നാട്ടുകാര് പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഒരൊറ്റ പെൺകുട്ടിയുടെ മാത്രമുള്ള ഒരു കാര്യമല്ല. ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതുപോലെ ലൈംഗികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ടുള്ള പല രീതിയിലും. പക്ഷെ ഇതൊന്നും ഒരു കേസായോ ഒരു കംപ്ലൈന്റ് ആയോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നിൽക്കുന്നത് വരും ദിവസങ്ങളിലും ഈ എണ്ണം കൂടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇതുവരെ പുറത്ത് പറയാതിരിക്കുന്ന പല ഓഡിയോ ക്ലിപ്പുകളും നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം.